ഫോളോയിങ് ദ സ്റ്റാർ ഡേ 23. മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാകണം ക്രിസ്മസ്. കർത്താവിൻ്റെ രക്ഷാകര കൃപകളെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്ന നാളുകളാണ് ഇത്. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത് ദൈവം നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാകണം. ഓരോ ക്രിസ്തീയ വിശ്വാസിയും ഓരോ ദൈവഭക്തനും ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് കർത്താവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാകണം. ദൈവത്തിൻ്റെ ഇഷ്ടമാകണം നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്താണ് ഈ ജീവിതത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നറിയുക എന്നതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. ഓരോ നിമിഷവും ദൈവഹിതത്തെ അറിയുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് ക്രിസ്മസിൻ്റെ നക്ഷത്ര വിളക്കായി ശോഭിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അനുസരിച്ചുള്ള ജീവിത വിശുദ്ധി നമുക്ക് ഉണ്ടായിരിക്കണം. ക്രിസ്ത്യാനിയാണെന്ന് ജീവിതം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം മറ്റുള്ളവർക്ക്. മാറ്റത്തിൻ്റെ സുഗന്ധ കാലഘട്ടമാകണം ക്രിസ്മസ്. ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും പല പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആഘോഷങ്ങളിൽ വ്യത്യസ്തതയുണ്ടാക്കുന്നു. എന്നാൽ മാറ്റങ്ങളല്ല നമുക്കാവശ്യം. ക്രിസ്തു ഉള്ളിൽ പിറക്കുമ്പോൾ സംഭവിക്കാവുന്ന മാറ്റങ്ങളാണ് ഈ ക്രിസ്മസ് കൊണ്ട് രൂപപ്പെടേണ്ടത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. യേശു ജനിക്കുന്നതിൻ്റെ ഭാഗമായി തീർന്ന എല്ലാവരിലും ഈ മാറ്റങ്ങൾ കാണുവാനായി സാധിക്കും. ജോസഫ്, മറിയ, ആട്ടിടയന്മാർ, വിദ്വാൻമാർ എല്ലാവരിലും എല്ലായിടങ്ങളിലും യേശുവിൻ്റെ ജനനത്തോടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ക്രിസ്മസിന് മാറ്റങ്ങളില്ല എങ്കിൽ ഒരു ക്രിസ്മസും അർത്ഥമുള്ളതാകില്ല എന്നതാണ് ക്രിസ്മസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാറ്റങ്ങളിലൂടെയാണ് ക്രിസ്തുവിൻ്റെ പുതുമ അനുഭവിക്കാൻ കഴിയുന്നത്. പുതിയ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാകണം ക്രിസ്മസ്. ഉദാഹരണം, ജോസഫിൻ്റെയും മറിയയുടെയും ജീവിതത്തിലൂടെ നമുക്ക് മാറ്റങ്ങൾ കാണാനായി സാധിക്കും. ഒരു സാധാരണ മനുഷ്യനായ ജോസഫിൻ്റെയും മറിയയുടെയും ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞപ്പോൾ മറിയയ്ക്ക് ലോകരക്ഷകന് ജന്മം കൊടുക്കുവാൻ സാധിച്ചു. തന്മൂലം ജീവിതത്തിലുണ്ടായ ഈ വലിയ മാറ്റത്തിലൂടെ അവരുടെ ഐഡൻറ്റിറ്റി മെച്ചപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചു. ഗബ്രിയേൽ ദൂതൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണം. മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുവിൻ എന്ന ദൈവശബ്ദം കേൾക്കുമ്പോൾ അതനുസരിച്ച് ചേർത്ത് നിർത്തി കൂടെ ഉണ്ടാകുന്ന അനുഭവമാകണം ക്രിസ്മസ്. ജീവിതത്തിൻ്റെ പ്രതികൂല ഘട്ടത്തിൽ മറിയയുടെ ചോദ്യത്തിന് മുമ്പിൽ ദൂതൻ്റെ മറുപടിയോട് ചേർന്ന് മറിയ പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. മറിയ ഇത് പറയുമ്പോൾ കർത്താവിൻ്റെ ഹിതത്തിനായി മറിയെ വിട്ടുകൊടുക്കുന്നു. തകർന്നു പോകാവുന്ന അവസ്ഥയിൽ നിന്ന് ധൈര്യം നൽകി ബലമുള്ളവളായി മാറുന്നു. ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ എല്ലാ തകർന്ന അവസ്ഥകളെയും ബലത്തോടെ നയിക്കാനുള്ള അനുഗ്രഹമായ സാഹചര്യങ്ങളുണ്ടാകും. ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്നതാകണം ക്രിസ്മസ്. ദൈവഹിതം അനുസരിച്ചാൽ ജീവിതത്തിൻ്റെ വിജയമാണെന്ന് തെളിയിച്ചവരാണ് മറിയയും ജോസഫും സെക്കരിയാവുമെല്ലാം. ദൈവഹിതം തിരിച്ചറിയാൻ ദൈവവുമായി നല്ല ബന്ധമുണ്ടാകണം. പ്രതിസന്ധികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതാകണം ക്രിസ്മസ്. സാധാരണയായി പ്രതിസന്ധികളെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ക്രിസ്മസ് പഠിപ്പിക്കുന്നത് പ്രതിസന്ധികളെ ദൈവകൃപയോടെ ഏറ്റെടുക്കുമ്പോൾ അത് ജീവിതത്തിൽ മഹാസന്തോഷമുണ്ടാകും. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഫലം മഹാസന്തോഷമായിരിക്കും. ധൈര്യമുള്ള മനസ്സാണ് ആർജിച്ചെടുക്കേണ്ടത്. ക്രിസ്മസ് നമ്മളിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തു പിറക്കാനായി ഒരിടം നമ്മുടെ ഹൃദയത്തിൽ കൊടുക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിൻ്റെ സ്വപ്നം വഹിക്കുന്നതാകണം ക്രിസ്മസ്. കൃപ ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നം ഏറ്റെടുക്കുവാൻ കഴിയും. ഈ ആഗമന കാലത്തിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും പൂർണ്ണതയിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വർഷത്തെ ക്രിസ്മസ് മാറ്റങ്ങളുടെ ക്രിസ്തു ഉള്ളിൽ പിറക്കുന്നതിൻ്റെ അനുഗ്രഹീത സമയമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ സജീവമായി വീണ്ടും വെളിപ്പെടണമേ.
ഞങ്ങളെ കാണുന്നവർ നിന്നെ കാണാവുന്ന വിധത്തിൽ ഞങ്ങളിലെ ഞങ്ങൾ ഇല്ലാതാകുകയും നിന്നോട് ചേർന്ന് വളരുവാൻ സഹായിക്കണമേ. അതിനനുസരിച്ചുള്ള ദൈവിക ശബ്ദം കേൾപ്പാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.